ഓക്കെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ ലാസറിന്റെ കല്ലറയ്ക്കൽ വെച്ച് യേശു പറയുന്ന ഒരു കാര്യം വളരെ ചിന്തനീയവും മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, താൻ പറയുന്നു, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 11:41. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. സോ ലാസറെ പുറത്തു വരിക എന്ന് ഞാൻ പറയുമ്പോൾ ലാസർ ഉടനെ പുറത്തു വരുമെന്നൊരു കോൺഫിഡൻസ് യേശുവിനുണ്ടായിരുന്നു. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നാം പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം സംഭവിക്കും എന്നൊരു കോൺഫിഡൻസ് പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകണം. ഞാൻ പറയുന്ന കാര്യം സംഭവിക്കും. അത് യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ധൈര്യമായിട്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞത്. അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞിട്ട് ലാസർ പുറത്തു വന്നില്ലായിരുന്നെങ്കിലോ? നമ്മൾ അതാവണ്ടല്ലേ പറയാതെ പോകുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. നമ്മൾ പറയുന്നില്ല. കാരണം എന്താ? ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയാം. അത് വളരെ കുറവാണ്. ഇംഗ്ലീഷിൽ ആ വാക്ക് കുറച്ചുകൂടെ, ഇംഗ്ലീഷ് വേദോസ്തമുള്ളവര് ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. 11:41, 42 കൂടെ ഒന്ന് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഫാദർ, താങ്ക് യു ദാറ്റ് യു ഹാവ് ഹേർഡ് മൈ പ്രയർ. വേഴ്സ് 42, for you listen to every word I speak. അങ്ങനെയാണ് അതിന്റെ ഒറിജിനൽ തർജ്ജമ കിടക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണോ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് കിടക്കുന്നത് അങ്ങനെയാണ്. For you listen to every word I speak. കർത്താവേ, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നീ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതിനാൽ നന്ദി പറയുന്നു. That is the confidence in prayer. ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകുന്നത് വരെയും നമ്മൾ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. റെക്കൺസലൈസേഷൻ വിത്ത് ഗോഡ്, റെക്കൺസലൈസേഷൻ, നിരപ്പ് പ്രാപിക്കുക. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തില്, മാത്യു ചാപ്റ്റർ 5:23 റെക്കൺസലൈസേഷനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നീ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ്? യുവർ സാക്രിഫൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓർ റെക്കൺസലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്? ഏതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കർത്താവ് കൊടുക്കുന്നത്? കർത്താവ് കൊടുക്കുന്നത് വഴിപാടിനല്ല. കർത്താവ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് റെക്കൺസലൈസേഷൻ, നിരപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രാർത്ഥനയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ, എൻ്റെ ചെറിയ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നിനും ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമില്ല. അല്ലെ പക്ഷെ വിജയിച്ചാൽ? അല്ലെ, ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ദൈവം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യത്തിന് നമുക്കൊരു പ്രാധാന്യവും ഇല്ല. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കുന്നുമില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും നമ്മൾ ദൈവമായിട്ട് ഒരുമിക്കണം. ദാറ്റ് ഈസ് റെക്കൺസലേഷൻ. അതാണ് നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നത്. അപ്പം സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക. എന്നിട്ടും പോരാ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക എന്നൊരു വാക്യമുണ്ട്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. 5-ാം അധ്യായം 20-ാം വാക്യം. മെസ്സേജില്ലേ? ഉണ്ടോ? ഓക്കെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ
ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മിനിസ്റ്റർ വായിച്ചോ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. കേട്ടോ, ആ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാം ആകയാൽ ഞങ്ങൾ, പൗലോസ് പറയാ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി. മലയാളം വേദപുസ്തകത്തിൽ ആ വാക്ക് തെറ്റാണ്. സ്ഥാനാപതികളെന്ന ദീർഘം കൊടുത്തിട്ടുണ്ട്, നായിക്ക് ദീർഘം കൊടുത്തിട്ടുണ്ട്, സ്ഥാനാപതി എന്ന് എഴുതിയിരിക്കുന്നത്. ആ വാക്ക് തെറ്റാ. സ്ഥാനപതി എന്ന് വായിക്കണം, ദീർഘം ഇല്ലാതെ വായിക്കണേ. ഓട്ടെ, എഴുതിയിരിക്കുന്ന സ്ഥാനാപതി, അത് ഈ പ്രിന്റിംഗ് മിസ്റ്റേക്കാ. സ്ഥാനാപതിയല്ല, സ്ഥാനപതി. സ്ഥാന അധികം പതി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിരുത്തിയിരിക്കുന്നവർ. അപതി എന്ന് പറഞ്ഞാൽ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടവരെന്നാ. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളെ ഇറക്കി വിട്ടെന്ന അതിന്റെ അർത്ഥം. അങ്ങനല്ല. ക്രിസ്തുവിന്റെ സ്ഥാനപതി എന്ന് പറഞ്ഞേ, സ്ഥാനപതി. ഈ മലയാളം വേദപുസ്തകത്തിൽ പോലും പ്രിന്റിംഗ് എറേഴ്സ് ഒത്തിരി ഉണ്ട്. അത് ഒരു പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ക്ലാസ്സിൽ പറയുക. സ്ഥാനാപതിയല്ല, സ്ഥാനപതി. ഈ ചിലർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പാന്താവ് എന്ന് പറയും. നിന്റെ പാന്താവിൽ കൂടെ എന്നെ നടത്തണമേ. ആ വാക്കും പാന്താവെന്നല്ല, പന്താവെന്ന, ദീർഘമില്ല കേട്ടോ. പാന്താവല്ല, പന്താവ്, ദീർഘമില്ല. പിന്നെ പ്രാസംഗികനല്ല, പ്രസംഗകൻ. പ്രസംഗം ചെയ്യുന്നവൻ പ്രസംഗകൻ. പ്രാസംഗികൻ എന്നൊരു വാക്കേ ഇല്ല, പ്രസംഗകൻ എന്ന ആ വാക്ക്. നമ്മൾ പ്രസംഗിക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അല്ലെ, പ്രസംഗിക്കുന്നവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പലയിടത്തൊക്കെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, നല്ല വാഗ്മീകിയാണെന്നൊക്കെ പറയും. വാഗ്മീകിയല്ല, വാഗ്മി. പ്രാസംഗികനല്ല, പ്രസംഗകൻ. പിന്നെ കൊലപാതകനല്ല, പുലേന്നാ വാക്ക്. കൊലപാതകനല്ല, കുലപാതകൻ. കുലപാതകി, കുലപാതകൻ. ഓക്കെ. ലോഭമല്ല, ലോപം. അല്ലേ? എങ്ങനെ? ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും എന്നിരിക്കുന്നത് ഭരണിയുടെ ഭായ എഴുതിയിരിക്കുന്നത്. ഭരണിയുടെ ഭാ. അവിടെ ആ ഭാ മാറ്റിയിട്ട് പട്ടി എന്നെഴുതുമ്പം ഉള്ള പായില്ലേ, പാ, അത് വരണം. ലോപം. ലോഭമല്ല, ലോപം. അപ്പൊ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും എന്ന് വായിക്കണം. പിന്നെ മുന്നോക്കമല്ല, മുന്നാക്കം, പിന്നാക്കം എന്ന് പറയണം. വാക്കുകളുടെ ശുദ്ധിക്ക് വേണ്ടി പറയുക. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ കരുതിയെന്ന് വിചാരിക്കുകയാണ്. ഒത്തിരി തെറ്റിക്കുന്ന, മലയാളത്തിൽ തെറ്റിക്കുന്ന ഒത്തിരി വാക്കുണ്ട്. അലംഭാവം ഒത്തിരി തെറ്റിക്കുന്ന. കുട്ടികളൊന്നും അലംഭാവത്തോടു കൂടി ഇരിക്കരുതെന്ന് പറയും. ആരും ഇന്നത്തെ ശുശ്രൂഷയിൽ അലംഭാവത്തോടു കൂടി ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് എന്ന അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. അലം എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. അലം, മതി. ഭാവം എന്ന് പറഞ്ഞാൽ ഭാവം. അലം ഭാവം എന്ന് പറഞ്ഞാൽ മതി എന്ന ഭാവം. അത് സംതൃപ്തി എന്ന മലയാളത്തിൽ. നമ്മൾ അതിനെ നേരെ ഓപ്പോസിറ്റ് ഒരു അർത്ഥമായിട്ട് അതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഉഴപ്പുക എന്നുള്ള ഒരർത്ഥമാണ്. അല്ല, അലംഭാവം എന്ന് പറഞ്ഞാൽ സംതൃപ്തി. ഓക്കെ, ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം അവിടെ വായിച്ചത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് പകരം സ്ഥാനപതികളായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിരന്നുകൊള്ളുവീൻ. സ്തോത്രം. അപ്പം രണ്ടിടത്തോട്ട് ഈ നിരപ്പ് വേണം. ഒന്ന്, സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. പ്രാർത്ഥനയ്ക്ക് മുൻപ് ദൈവം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, പ്രാധാന്യത, നിരപ്പ് പ്രാപിക്കുക എന്നാണ്. പാപികളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. നിരപ്പ് പ്രാപിക്കുക, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവവും മനുഷ്യനുമായി ഇഴുകിച്ചേരുന്ന ബാന്ധവമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ദൈവവും മനുഷ്യനും ഒന്നാകുന്നു.
പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ മുഴുരാത്രി പ്രാർത്ഥന ഏറ്റവും അധികം ചെയ്ത ആൾ യേശുവായിരിക്കും. ഇത്രയും എന്ത് പ്രാർത്ഥിക്കാനാ വിഷയം? ഇത്രയും പ്രാർത്ഥിക്കാൻ സബ്ജക്റ്റ് ഉണ്ടോ? ഒളിയോങ്ങിച്ചോ പറയാറുണ്ട്, ഞങ്ങളുടെ അവിടെ മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് 10 മിനിറ്റ് ആളുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടേ ഇരിക്കുമെന്ന്. കാരണം വിഷയദാരിദ്ര്യം. പിന്നെ കൊട്ടുവായും നക്ഷത്രം എണ്ണും ഒക്കെയാ പിന്നെ മുഴുരാത്രി പ്രാർത്ഥന. അതുകൊണ്ട് അതിപ്പം കുറഞ്ഞു ഇപ്പം ഒട്ടും ഇല്ലാതെ വന്നിരിക്കുക. കാരണം വിഷയമില്ല. പക്ഷെ കർത്താവോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ the intimacy with God. The intimacy with God. Prayer is the intimate relationship between God and men. ദൈവവും മനുഷ്യനുമായി ഇഴുകിച്ചേരുന്ന അപഗാഹമായ ബാന്ധവമാണ് പ്രാർത്ഥന. സ്തോത്രം. അപ്പം പ്രാർത്ഥനയിൽ ഒരിക്കൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ട് ഇഴുകിച്ചേരുക. പിന്നെ സമയം പോകുന്നത് അറിയുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന വിശപ്പ് മറന്നു പോകുന്നു. ചുറ്റുപാടും ആരെന്ന് നമ്മൾ മറന്നു പോകുന്നു. എവിടെയാണെന്നുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ കഴിയുമോ എല്ലാവർക്കും? അതാണ് കോൺഫിഡൻസ്. ചെറിയ കാര്യത്തിന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, ചെറിയ കാര്യത്തിന് പ്രാർത്ഥിക്കാം. കോൺഫിഡൻസ് വേണമെന്ന് മാത്രം. ലാക്ക് ഓഫ് ഒലിഗോ പിസ്റ്റോസ് എന്നൊരു വാക്കായ ഗ്രീക്കിൽ അത് കൊടുക്കുന്നു. ഒലിഗോ പിസ്റ്റോസ്. ആ വാക്ക് ഉപയോഗിക്കുന്നത് അതിന്റെ മലയാളം അല്പവിശ്വാസി എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അല്പവിശ്വാസി. വെള്ളത്തിന് മുകളിൽ കൂടെ പത്രോസ് നടന്നു പോകുന്നു, മുങ്ങുവാൻ തുടങ്ങുന്നു. ആ മുങ്ങുവാൻ തുടങ്ങുന്ന പത്രോസിനെ യേശു രക്ഷിക്കുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും അല്പവിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ അർത്ഥം എന്താ? അതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നു ഒലിഗോ പിസ്റ്റോസ് എന്നാണ്. ഒലിഗോ പിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അപ്പൊ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, അത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. കോൺഫിഡൻസ് ഉണ്ടാകണം. ഏത് ചെറിയ കാര്യമായിരുന്നാലും വലിയ കാര്യമായിരുന്നാലും ഞാൻ അപേക്ഷിക്കുന്ന എൻ്റെ കാര്യം, ഞാൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചും മനുഷ്യരോട് നിരപ്പ് പ്രാപിച്ചും അതേ കോൺഫിഡൻസിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും എന്ന് വിശ്വസിക്കണം. നമുക്കൊരു സ്തോത്രം പറയാം. സ്തോത്രം. അപ്പൊ ലാക്ക് ഓഫ് കോൺഫിഡൻസ് പാടില്ല. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കും. അപ്പൊ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഉയർന്നു വരണം. സ്തോത്രം. നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഞാൻ പറയാം. പ്രാർത്ഥനയെ കുറിച്ചല്ല ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം ഈ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ള സബ്ജക്റ്റാണ്. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇതാ, മാനേജിങ് കോൺഫ്ലിക്റ്റ് ഗോഡ്സ് വേ. മാനേജിങ് കോൺഫ്ലിക്ട്സ് ഗോഡ്സ് വേ. ഡെബോര സ്മിത്ത് എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു പുസ്തകമാണ്. ഞാൻ ഒത്തിരി പുസ്തകങ്ങളുടെ പേര് പറയാറുണ്ട്, നിങ്ങളെല്ലാം അത് വായിക്കുന്നു. അതുകൊണ്ടാണ് ഇതും ഇപ്പോഴും ഈ പുസ്തകത്തിന്റെ പേര് പറഞ്ഞത്. വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട, ഒരു കാലങ്ങളിൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. നിങ്ങൾ വായിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 10 പുസ്തകങ്ങൾ ഒന്നിതാ. ബാക്കി ഡിക്ഷണറികളോ വ്യാഖ്യാന പുസ്തകങ്ങളോ മറ്റ് പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം, മാനേജിങ് കോൺഫ്ലിക്റ്റ് ഗോഡ്സ് വേ. അത് PDF കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തൊന്ന് വായിക്കണം. കുറെ സമയം എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ധാരാളം കേസ് സ്റ്റഡികൾ എഴുതിയിട്ടുണ്ട്. കേസ് സ്റ്റഡി, ബൈബിളിൻ്റെ അകത്ത് കോണ്ടസ്റ്റുകൾ എടുത്ത കേസ് സ്റ്റഡി. അവര് കോൺഫ്ലിക്ട്സുകൾ മാനേജ് ചെയ്തപ്പോൾ അവർക്കുണ്ടായ വിടുതൽ, അവർക്കുണ്ടായ റിസൾട്ടുകളെ കുറിച്ചുള്ള കേസ് സ്റ്റഡി അതിൻ്റെ അകത്തുണ്ട്. എന്നെ ഒത്തിരി ഡെവലപ്പ് ചെയ്ത പുസ്തകം അതാണ്. എന്നെ ഒത്തിരി മാറ്റിയ പുസ്തകം അതാണ്. പ്രതികാര മനോഭാവം ഇല്ലാതാക്കിയ പുസ്തകം അതാണ്. മനുഷ്യരോടുള്ള റിലേഷൻഷിപ്പ് അത് മാറ്റിയ പുസ്തകം ഈ പുസ്തകമാണ്. ഒത്തിരി നമ്മളിൽ
മാറ്റം വരുത്താൻ കഴിവുള്ള നല്ലൊരു പുസ്തകമാണ് മാനേജിങ് കോൺഫ്ലിക്റ്റ് ഇൻ ഗോഡ്സ് വേ. ആ പുസ്തകം നമുക്കത് മനസ്സിലാക്കണം. ഫൊർഗീവ്സിനെ കുറിച്ച്, ഫൊർഗീവ്നെസ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ റെക്കൺസലേഷനെ കുറിച്ച്, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനെ കുറിച്ച്, പിന്നെ ഹൗ ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് യുവർ സ്പിരിച്വൽ ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെ നന്നായി വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അത് വായിക്കാൻ ലഭിക്കും. അത് വായിക്കണം, തീർച്ചയായിട്ടും അത് വായിക്കണം. ഓക്കെ, അപ്പം പ്രാർത്ഥിക്കുക, വളരെ പ്രാർത്ഥിക്കുക. ചെറിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നേ. ദൈവം ഇതെല്ലാം അറിയാം. നമ്മൾ മക്കളല്ലേ, മക്കളല്ലേ. കഴിഞ്ഞ ശനിയാഴ്ച ഞാനിവിടെ എൻ്റെ ഈ ചേറയിൽ ഇരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇരിക്കുന്ന ചേറയിൽ ഇരിക്കുമ്പോൾ, ഈ ചെയറിൻ്റെ ഈ റെക്സീൻ മുഴുവൻ ഇങ്ങനെ പൊളിഞ്ഞു ഇവിടെ ഭയങ്കര ചൂടല്ലേ, അത് പൊളിഞ്ഞു പോയിട്ട് ഇതെല്ലാം മുള്ളു പോലെയായി. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക എഴുന്നേൽക്കുക, ഒന്ന് ചിരിക്കാൻ പറ്റില്ല, മുള്ളു കൊള്ളുന്ന പോലെ ഇരിക്കുക എഴുന്നേൽക്കുക. അപ്പം നിങ്ങൾ ഓർക്കും ഞാനിങ്ങനെ ആത്മാവിലായോ, ഇതെന്തോ ഇങ്ങനെ സംഭവം, ഇതിൽ ഇരിക്കുമ്പോൾ മുള്ളു കൊള്ളുന്ന പോലെ വരും. അപ്പം ഞാനൊരു പില്ലോ എടുത്തോണ്ട് വന്നിട്ട് അത് ഇട്ടിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഇരിക്കുമ്പോൾ പില്ലോ ഒരു സൈഡിൽ കൂടെ പോകും, അല്ലെ ഇടത്തോടെ പോകും, അല്ലെ അത് താഴോട്ട് പോകും. ഈ വീഡിയോയിൽ ഇരിക്കുമ്പോൾ അതെനിക്ക് കുനിഞ്ഞെടുക്കാനൊക്കത്തില്ല, പിന്നെ ആ ബുദ്ധിമുട്ട് സഹിച്ചെങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഒരു കുഷ്യൻ കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ ഈ കസേര ഇച്ചിരി വലുതുമാണ്, അതിന് പാകത്തിലൊരു കുഷ്യൻ കിട്ടണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പ്രാർത്ഥിച്ചില്ല, ആഗ്രഹിച്ചു. പക്ഷെ സൺഡേയില് ചർച്ചിൽ ഒരാൾ വന്നു, ഒരു സർദാർ വന്നു. അതേ ഒരു പാക്കറ്റുമായിട്ടാണ് വന്നു, എന്നിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ഞാൻ നോക്കിയപ്പോൾ കസേരയിൽ ഇടാവുന്ന ഒരു കുഷ്യനാണ്. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുകയും കർത്താവ് അതിന് മറുപടി തരികയും ചെയ്തു. നല്ല ഒന്നാമത് ഈ കസേരയ്ക്ക് പാകപ്പെട്ട ഒരു കുഷ്യൻ. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കും. ഏതായാലും ഇതൊരു പ്രാർത്ഥനയെ കുറിച്ചൊരു ക്ലാസ് അല്ലേ, ഈ എല്ലാവരും കണ്ടേ. ഒരു സ്തോത്രം പറഞ്ഞ കൈപൊക്കി. സ്തോത്രം. ചെറിയ കാര്യം ഞാൻ പറയുന്നത്, ഇതൊരു ചെറിയ കാര്യമാണ്. സ്തോത്രം. ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ ആഗ്രഹത്തിനൊത്ത മറുപടി തരുന്ന കർത്താവ്. അപ്പൊ ചെറിയ ആഗ്രഹങ്ങളെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നമുക്ക് നൽകും. അപ്പൊ ആ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക, കോൺഫിഡൻസ് ദൈവത്തോടുണ്ടായിരിക്കുക. സ്തോത്രം. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ബുദ്ധിസ്റ്റ്. അദ്ദേഹം ബുദ്ധിസ്റ്റ് മാത്രമേ ലോകത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാത്തവരുള്ളൂ. ബാക്കി സകല ആളുകളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. അവർ ഈ എൻലൈറ്റൻഡ് ബീയിങ്ങിനോടാ പ്രാർത്ഥിക്കുന്നത്. ഈ ബുദ്ധിസ്റ്റ് എൻലൈറ്റൻഡ് ബീയിങ്ങിനോടെ പ്രാർത്ഥിക്കാറുണ്ട്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല. ബാക്കി ലോകത്തുള്ള എല്ലാ മതങ്ങളിലും ദൈവത്തോടുള്ള പ്രാർത്ഥന. ബുദ്ധിസ്റ്റുകൾ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കാറ്. അപ്പം ഈ ബുദ്ധിസ്റ്റായ സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് ഒരു ആവശ്യം പറഞ്ഞു, നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്ന കാര്യം കിട്ടണം എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് ആ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും എൻലൈറ്റൻഡ് ബീയിങ്ങിനോട് പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് അദ്ദേഹം എനിക്ക് വിവരിച്ചു തന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരോട് ആവശ്യങ്ങൾ പറയുന്നതും ദൈവത്തോട് ആവശ്യം പറയുന്നതും തമ്മിൽ രാപ്പകല് വ്യത്യാസമുണ്ട്. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയും. നവോമിയുടെ ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ ഇല്ല. നവോമിയുടെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്തായിരുന്നറിയാമോ? ആ പ്രാർത്ഥന എന്തായിരുന്നു? രൂത്തിന്റെ പുസ്തകമാണ് നമ്മളെല്ലാവരും വായിക്കുന്നത്. പക്ഷെ രൂത്തിന്റെ പുസ്തകത്തിൽ പറയപ്പെടാത്ത നവോമിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ ആര് സംരക്ഷിക്കും? ആ പുസ്തകത്തിന്റെ സ്പിരിച്വൽ തീം അതാ. നമ്മളത് പറയാറില്ല. രൂത്തിന്റെ കാര്യം പറഞ്ഞിട്ടങ്ങ് പോകും. രൂത്തിന് ഭർത്താവിനെ കിട്ടി, രൂത്തിന് ഒരു കൊച്ചിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ നവോമിയെ മറന്നു കളയും. നവോമിയുടെ ഭർത്താവ് മരിച്ചു, ആൺമക്കൾ മരിച്ചു, ആൺതുണ ഇല്ലാതിരുന്ന ഒരു സ്ത്രീയാണ്, വിധവയായ സ്ത്രീയാണ് നവോമി. രൂത്തിന്റെ കാര്യത്തിന് പരിഹാരമായല്ലോ.
ദൈവം പരിഹാരം വരുത്തി കൊടുത്തല്ലോ. നവോമിയുടെ കാര്യത്തിന് പരിഹാരമായോ? ആയി. അതാണ് ആ പുസ്തകത്തിന്റെ തീം. 4-ാം അധ്യായത്തിൽ ഒരു ചെറിയ വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. രൂത്തിന് ലഭിച്ച മകനായ ബോവസിനെ കുറിച്ച് പറഞ്ഞിട്ട് മിനിസ്റ്റർ ആ വാക്യം നോക്കിയേ. അവൻ നിനക്ക് വാർദ്ധക്യത്തിൽ പോഷകനായിരിക്കും. സ്തോത്രം. അവൻ നിനക്ക് വാർദ്ധക്യത്തിൽ പോഷകനായിരിക്കും. കിട്ടിയ വാക്യം? താങ്ക് യു സിസ്റ്റർ. വായിച്ചു. 4:15. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനും ആയിരിക്കും. മതി. അതായിട്ടുള്ള വാക്യം പിന്നീട് വായിച്ചോണേ. വേണോ? വായിച്ചു. ആയിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. കണ്ടോ, ഈ കുട്ടിയെ കുറിച്ച് പറയുന്നത് എന്തെന്നറിയാമോ? നവോമിയോട് പറയുക, അവളൊരു മകനെ പ്രസവിച്ചു. 15-ാമത്തെ വാക്യം രൂത്തിനോടുള്ള മറുപടിയാണത്. നവോമിയോടുള്ള മറുപടിയാണത്. അവൻ നിനക്ക് ആശ്വാസപ്രദനായിരിക്കും, നിന്നെ ആശ്വസിപ്പിക്കും. എന്ത് പറഞ്ഞു? നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനും ആയിരിക്കും. അതാണ് ആ പുസ്തകത്തിന്റെ തീം. അതാ. അതുകൊണ്ട് ഈ വാക്യം പെസഹ പെരുന്നാള് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ ഈ വാക്യം ആരോഹണ ഗീതമായിട്ട് അവർ പാടിപ്പോകും, ആശ്വാസ ഗീതമായിട്ട്. ദൈവം കൊടുക്കുന്ന മറുപടി കണ്ടോ? ദൈവം കൊടുക്കുന്ന മറുപടി കണ്ടോ? സ്തോത്രം. നിശബ്ദമായ പ്രാർത്ഥനയ്ക്ക്, ഹൃദയത്തിന്റെ നൊമ്പരത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി. സ്തോത്രം. വാക്കുകളില്ലാത്ത, അക്ഷരങ്ങളില്ലാത്ത നൊമ്പരങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന മറുപടി വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാറുള്ളത്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം കർത്താവ് മറുപടി തരികയാണ്. അപ്പോ നമ്മൾ പറഞ്ഞാരംഭിച്ചത്, നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അതെന്തുകൊണ്ടാണ് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്? ഇന്റിമസി, ആ ബാന്ധവം, ആ ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പം 3 കാര്യങ്ങൾ ആ വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. എന്നിട്ട് പിന്നീട് നമ്മൾ ആ ക്ലാസ് തുടരുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്? ഒന്ന്, ഇന്റിമസി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ബന്ധം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. 2, ഒബീഡിയൻസ്, അടുപ്പം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത്. മകനോട് ക്ഷമിക്കാൻ പിതാവിനെ കഴിയും, അല്ലേ? മകനോട് ക്ഷമിക്കാൻ ഒരു പിതാവിനെ കഴിയൂ. ബാക്കിയുള്ളവർക്ക് മറക്കാൻ കഴിയും, ബാക്കിയുള്ളവർക്ക് ഉപേക്ഷിക്കാൻ കഴിയും. പക്ഷെ പിതാവിന് മാത്രമേ ക്ഷമിക്കുവാൻ കഴിയൂ, വേണ്ട എന്ന് വയ്ക്കുവാൻ കഴിയുള്ളൂ. ഞാൻ ഈ 2 പുത്രന്മാരെ കുറിച്ചും ആ പുത്രന്മാരുടെ പിതാവിനെ കുറിച്ചും ഒക്കെയുള്ള സംഭവം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കും. നമ്മൾ അതിനൊരു ഓമനപ്പേര് കൊടുത്തിട്ടുണ്ട്, പ്രോഡിഗൽ സൺ. വാസ്തവത്തിൽ ആ സംഭവത്തിന്റെ ടൈറ്റിൽ അതല്ല. സ്നേഹവാനായ പിതാവ് എന്നാ വായിക്കേണ്ടത്. അതാ അതിന്റെ ടൈറ്റിൽ, അല്ലേ? സ്നേഹവാനായ പിതാവിന്റെ കാര്യം എഴുതിയിരിക്കുന്ന പുസ്തകം അത്, ആ സംഭവം അത് ഈ മുടിയനായ പുത്രനെ കുറിച്ച് എഴുതിയിരിക്കുന്നതല്ല. അത് എങ്ങനെയോ ഇങ്ങനെ നമ്മുടെ ഓർമ്മയിലും നമ്മുടെ മസ്തിഷ്കത്തിലും ആ പേരങ്ങ് കയറിപ്പോയി. മുടിയനായ പുത്രൻ. അവിടെ മുടിയനായ പുത്രൻ അല്ല അവിടുത്തെ ക്യാരക്ടർ. അവിടുത്തെ മെയിൻ ക്യാരക്ടർ, പ്രൈം ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പനാ. സ്നേഹവാനായ അപ്പന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു പിതാവിനെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ആ കഥ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ആ ദൃഷ്ടാന്തം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അപ്പൻ 2 മക്കൾക്കും വീതം വെച്ചു കൊടുത്തു. അപ്പൊ അപ്പന്റെ പ്രോപ്പർട്ടി 2ആയി വീതം വെച്ചു. കേട്ടെ, അപ്പന്റെ പ്രോപ്പർട്ടി 2ആയിട്ട് വീതം വെച്ചു. ഒന്ന് ഇളയവനും ഒരു ഭാഗം മൂത്തവനും കൊടുത്തു. ഇനി അവർക്ക് വല്ലതും കിട്ടുമോ? അവകാശം എന്തെങ്കിലും ഉണ്ടോ? ഒരവകാശവും ഇല്ല. അവർക്കുള്ളത് അവർ വാങ്ങി. അവർ ഉപയോഗിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ എന്ത് ചെയ്താലും അപ്പനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശം അവർക്ക് കിട്ടി. പക്ഷെ ഒരു മകൻ, ഇളയ മകൻ, അത് മുഴുവൻ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചിട്ട് അവന് സുബോധം വന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി വരും. വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ അപ്പൻ, അതുവരെ അകത്ത് കസേരയിട്ട് ഇരുന്ന അപ്പൻ മകൻ പോയപ്പോ തൊട്ട് കസേര തിണ്ണയിലോട്ട് മാറ്റി. അവിടെ ഇരിക്കാൻ തുടങ്ങി. എപ്പോഴാ എൻ്റെ അപ്പം വരും, എൻ്റെ മകൻ വരുന്നേ, എപ്പോഴാ എൻ്റെ മകൻ വരുന്നത് എന്നോർത്ത് ഈ അപ്പൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുക. അന്നേരം ഒരു ദിവസം ഈ മകൻ വരുന്നു. ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. നടന്നു വരുന്ന മകനെ ഓടിച്ചെന്ന് അപ്പൻ കെട്ടിപ്പിടിച്ചു. അനുതാപത്തിന്റെ കാലുകളേക്കാൾ അംഗീകരണത്തിന്റെ കാലുകൾക്ക് വേഗത കൂടും. വീട്ടിലോട്ട് 1 പടി വെച്ചാൽ 2 പടി നിന്നോട് നടന്നടക്കുന്ന എൻ്റെ ദൈവം. അവന്റെ കൈക്ക് മോതിരം ഇട്ടു, കാലേ ചെരുപ്പിട്ടു, നല്ല വസ്ത്രം ഇടിപ്പിച്ചു. അവനെ വീട്ടിൽ ആ പുത്രനെ പോലെ 2ാമത് സ്വീകരിച്ചു. ചോദ്യം, ഈ മകന് കൊടുക്കാനുള്ള പിന്നീട് അവകാശം അപ്പന്റെ കയ്യിൽ ഉണ്ടായിരുന്നു? ഉണ്ട്. കാരണം എന്താ? ഈ അപ്പൻ സ്നേഹവാനായ ഒരപ്പനാണ്. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ നമുക്ക് വന്നിരിക്കുന്ന ഒരു ദൃഷ്ടാന്തത്തിലെ പിതാവാണ്. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ സ്വർഗീയ പിതാവിന്റെ പക്കൽ ഒന്നും തീർന്നു പോകുന്നില്ല. സ്തോത്രം. ആ സ്നേഹവാനായ പിതാവ് ആ മകനെ വീണ്ടും മകനെ പോലെ സ്വീകരിക്കുകയും അവൻ ആവശ്യമായത് 2ാമതും കൊടുക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഒബീഡിയൻസ്, അടുപ്പം. എന്തുകൊണ്ടാണ് അബ്ബാ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയേണ്ടത്? ബിക്കോസ് ഓഫ് ദാറ്റ് ഒബീഡിയൻസ്, ദാറ്റ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഇന്റിമസി. ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ്. 3, ദാറ്റ് ഫീലിംഗ് അല്ലേ? ദാറ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആ അനുഭവപ്പെടൽ. നമ്മുടെ അപ്പന്റെ അടുക്കൽ നമുക്കൊരു അനുഭവപ്പെടലുണ്ട്. ഇപ്പൊ അപ്പൻ ഉള്ളവർക്ക് അത് മനസ്സിലാവത്തില്ലായിരിക്കും. എനിക്ക് അപ്പനില്ല, പക്ഷെ അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. എന്നും വൈകുന്നേരം ഞാൻ പപ്പായെ ഫോൺ വിളിക്കുമായിരുന്നു. പക്ഷെ പപ്പ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഫീലിംഗ് നഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഫീലിംഗിലേക്ക് ഞാൻ വന്നു. അപ്പം നമ്മുടെ പിതാവുമായിട്ടുള്ള നമ്മുടെ ഫീലിംഗ്, നമ്മുടെ ആ തോന്നൽ, നമ്മുടെ ആ ബാന്ധവം, അടുപ്പം, ബന്ധം, ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുക. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 35-ാമത്തെ വാക്യം. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഇന്റിമസി ആൻഡ് ഒബീഡിയന്റ് ഹാർട്ട്. ആ 2 വാക്യത്തിൽ ഇന്റിമസിയിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, എങ്കിലും ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. That because of that intimacy, he cried out to the Lord because of that intimacy that withdraws to be alone. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. ഉടനെ ഒബീഡിയന്റ് ആയതുകൊണ്ട്, ഒബീഡിയന്റ് ഹാർട്ട് ഉള്ളത് കൊണ്ട് യേശു പറയും, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത്രയാകട്ടെ. സ്തോത്രം. അപ്പൊ ഈ 2 കാര്യങ്ങളും കൂടെ യേശു ക്രിസ്തുവിൽ സമ്മേളിക്കുകയാണ്. ഇത് 2 നമുക്കുണ്ടാകണം. പ്രാർത്ഥനയിൽ ആ ഇന്റിമസി ഉണ്ടാകണം, ഒബീഡിയന്റ് ഹാർട്ട് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആബ ഫാദർ
പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുകയും. സ്തോത്രം. ഇപ്പൊ പിതാവേ എന്ന് വിളിക്കുക, പലപ്പോഴും വേദപുസ്തകത്തിലെ ടെർമിനോളജികളും കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഈ ഇസ്ലാമിൻ്റെ അകത്ത് ആളുകൾ നമ്മളോട് സംവാദത്തിനൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, യേശുക്രിസ്തു ദൈവമല്ല, കാരണം പിതാവായ ദൈവത്തിന് പുത്രനില്ല. അവരുടെ പുസ്തകത്തിലും ഇല്ല, അള്ളാഹിക്ക് പുത്രനില്ല. വേദപുസ്തകം അവർ വായിച്ചിട്ട് അവർക്ക് പിതാവായ ദൈവത്തിന് പുത്രൻ ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം പിതാവായ ദൈവത്തിന് ഭാര്യയില്ല. അത് പലരും പറയുന്ന ഒരു കാര്യമാണ്. ഈ ബൈബിളിന്റെ ആദ്യത്തെ ഉത്തരം എന്താണെന്നറിയാമോ? അതിന്റെ ഉത്തരം ഒറ്റ വാക്കില്ല. അതിനെല്ലാം നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. ബൈബിൾ ഈസ് ദ മെസ്സേജ് ഓഫ് ഗോഡ് ഇൻ മാൻസ് ലാംഗ്വേജ്. ബൈബിൾ ഈസ് ദ മെസ്സേജ് ഓഫ് ഗോഡ് ഇൻ മാൻസ് ലാംഗ്വേജ്. അത് മനസ്സിലാക്കണം. അത് തലക്കെട്ടായിട്ട് അത് പഠിക്കുന്നവർ മനസ്സിലാക്കണം. വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്ദേശം മനുഷ്യന്റെ ഭാഷയിൽ എഴുതി കിട്ടിയതാണ്. അതുകൊണ്ട് മനുഷ്യ ഭാഷയിലുള്ള ബന്ധങ്ങളാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പിതാവൻ പുത്രൻ എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് മൊഴിമാറ്റം നൽകിക്കിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിതാവ്, പുത്രൻ, വീണ്ടെടുപ്പ്, ദത്തെടുപ്പ് എന്നൊക്കെ ഉള്ള പദപ്രയോഗങ്ങൾ, ആ ടെർമിനോളജി വരുന്നത് അതുകൊണ്ടാണ്, ആ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ. മറ്റൊരു റിലേഷൻഷിപ്പ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. ഇപ്പൊ ഗോഡ്സ് മെസ്സേജ് ഇൻ മാൻസ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻ മാൻസ് ലാംഗ്വേജ്. അതുകൊണ്ട് രണ്ട് ടെർമിനോളജി ഉണ്ട് വേദപുസ്തകത്തിൽ. ഒന്ന്, നമ്മൾ ഈ കിങ്ഡം ഓഫ് ഗോഡ് പഠിക്കുമ്പോൾ അത് പഠിക്കാം. കിങ്ഡം ഓഫ് ഗോഡ് പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി ഉണ്ട്. വേദപുസ്തകം മുഴുവൻ പ്രതിപാദിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ സബ്ജക്റ്റ് കിങ്ഡം ഓഫ് ഗോഡാണ്. അതിൻ്റെ ടെർമിനോളജികളുണ്ട്. ഇപ്പം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെർമിനോളജി ദൈവരാജ്യത്തോട്, സ്വർഗരാജ്യത്തോട് ബന്ധപ്പെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ജനങ്ങൾ എന്ന് ഉപയോഗിക്കുന്നു, പൗരത്വം എന്ന് പറയുന്നു, അവകാശം എന്ന് പറയുന്നു, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു, നിയമം എന്ന് പറയുന്നു, പ്രതിനിധി എന്ന് പറയുന്നു, ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നു. അല്ലെ? ശുശ്രൂഷകന്മാർ. ഇതെല്ലാം കിങ്ഡം ടെർമിനോളജിയാണ്. ഒരു ഭരണഘടനയോടോ ഭരണക്രമത്തോടോ ബന്ധപ്പെട്ട ടെർമിനോളജികൾ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നതിന്റെ കാരണം വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. അത് പ്രസംഗിച്ചിട്ടാണ് യേശുക്രിസ്തു ആരംഭിച്ചത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ അത് പ്രസംഗിച്ച് നിർത്തിയതിനു ശേഷം യേശുക്രിസ്തു അതേ വാക്ക് തന്നെ ഉച്ചരിച്ച് ആരംഭിച്ചു. അപ്പോൾ ആ ടെർമിനോളജികൾ വേദപുസ്തകത്തിലുണ്ട്. ഒരു രാജ്യത്തോട് ബന്ധപ്പെട്ട വാക്കുകൾ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ വേലക്കാരെ ശുശ്രൂഷകന്മാർ എന്ന് മലയാളത്തിൽ വിളിക്കുമ്പോൾ ഇംഗ്ലീഷിൽ മിനിസ്റ്റർ ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു. മിനിസ്റ്റർ. അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61:6 എഴുതിയിരിക്കുന്നത്, യു ഷാൽ ബി നെയിം ദ പ്രീസ്റ്റ് ഓഫ് ദ ലോർഡ് ആൻഡ് മെൻ ഷാൽ കോൾ യു ദ മിനിസ്റ്റേഴ്സ് ഓഫ് അവർ ഗോഡ്. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പേരാകും. മലയാളത്തിൽ ശുശ്രൂഷകന്മാർ എന്ന് പേരാകുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുക മിനിസ്റ്റർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഉള്ളവരാണ്. ശുശ്രൂഷകന്മാരെ, കർത്താവിന്റെ വേലക്കാര് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ്. ദൈവത്തിന്റെ ഭരണഘടനയുടെ അംഗങ്ങളാണ് നാം. ദൈവത്തിന്റെ മന്ത്രിസഭയിൽ ഭാഗവാക്കുകളാണ് നാം. ദൈവം ഭൂമിയിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യപരിപാടിയുടെ നിർവാഹകന്മാരാണ് നാം. അതുകൊണ്ടാണ് മിനിസ്റ്റർ എന്ന പേര് വന്നത്. കർത്താവിന്റെ വേലക്കാര്, കർത്താവിന്റെ ഒരു സ്തോത്രം പറയാം. വി ആർ ദ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോഡ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്, ആ പദവിയാണ് ദൈവം തന്നിരിക്കുന്നത്, ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഓയിക്കണോമിയ എന്ന് പറയും ഗ്രീക്കില്, അതിന് ഓയിക്കണോമിയ എന്ന് പറയും. ദ മാനേജ്മെന്റ് ഓഫ് ഗോഡ്. ദി മാനേജ്മെന്റ് ഓഫ്, വി ആർ ദ പാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് ഗോഡ്.
ദൈവം ഭൂമിയിൽ നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്ന മാനേജ്മെന്റിന്റെ ഇക്കോണമിയുടെ ഭാഗങ്ങളാണ് കർത്താവിന്റെ വേലക്കാർ. സ്തോത്രം. വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഭരണഘടനയുടെ ആളുകളാണ്. ആ ഭരണഘടന പോസ്റ്റാണ് ദൈവം നമുക്ക് കൈമാറിയിരിക്കുന്നത്. രണ്ടാമത് ഉള്ള ടെർമിനോളജി റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത് ഫാമിലി റിലേഷൻഷിപ്പാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഫാമിലി റിലേഷൻഷിപ്പ്. എന്നെ ഒന്ന് ശാന്തമായി കേൾക്കുക. ഈ നമുക്ക് റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വേദപുസ്തകം പറയുന്ന 3 റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്ന് എന്താ പറയാ, ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയും, രക്തബന്ധം. കൺസാൻജിനിറ്റി എന്ന് പറയുന്നത്. കൺസാൻജിനിറ്റി എന്ന് പറഞ്ഞേ. കൺസാൻജിനിറ്റി. എൻ്റെ സ്പെല്ലിങ് താങ്ക് യു. കൺസാൻജിനിറ്റി. ഈ വാക്ക് എഴുതി വെച്ചിട്ട് അതിന്റെ അപ്പുറം എഴുതിയേക്കണം ബ്ലഡ് റിലേഷൻ, ബ്ലഡ് റിലേഷൻഷിപ്പ്, കൺസാൻജിനിറ്റി. ഇത് വേദപുസ്തകത്തില് മാത്രം കാണുന്ന ഒരു ടെർമിനോളജിയാണ് കൺസാൻജിനിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പ്. ബ്ലഡ് റിലേഷൻഷിപ്പിനോട് ബന്ധപ്പെട്ട വാക്കുകളാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കേട്ടോ, അത് മനസ്സിലാക്കണം. ബ്ലഡ് റിലേഷൻഷിപ്പിനോട് ബന്ധപ്പെട്ട വാക്കുകളാണ് വേദപുസ്തകത്തിലെ ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഫാദർ, 2 മദർ. എന്തുകൊണ്ടാണ് ദൈവത്തിന് മദർ എന്നൊരു പേര് വരുന്നത്? അല്ലെ, അമ്മയെ പോലെ എന്നൊരു വാക്കുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ പറയാം, ഇപ്പം പറയാം. അപ്പൊ ഫാദർ എന്ന പേരുണ്ട്, മദർ എന്ന് പേരുണ്ട്. പിന്നെ ഈ കൺസാൻജിനിറ്റി വരുന്ന പേരുകളെ ഞാൻ പറയുന്നത്. സൺസ്, ഡോട്ടേഴ്സ്, പിന്നെ ബ്രദർ, സിസ്റ്റർ, പിന്നെ 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 ബൈബിളിന് പുറത്ത് ഉള്ള കൺസാൻജിനിറ്റി നമുക്കറിയാം. ആൺസ്, നമ്മുടെ ആന്റിമാര്, ഗ്രാൻഡ് പേരൻസ്, ഫസ്റ്റ് കസിൻസ്, നീസസ്, മരുമക്കള്, നെഫ്യൂസ്, അങ്കിൾസ്. ഇതൊക്കെ കൺസാൻജിനിറ്റിയിൽ വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒട്ടുമുക്കാൽ പേരുകളും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒട്ടുമുക്കാൽ പേരുകൾ. പഴയ നിയമത്തിലൊക്കെ ഈ പേരുകളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് പേരൻസ് എന്നുള്ളതുണ്ട്, കസിൻസ് എന്നുണ്ട്, ആൻസ് എന്നുണ്ട്, നെഫ്യൂസ് എന്നുണ്ട്. ഇതെല്ലാം പഴയ നിയമത്തിൽ എഴുതപ്പെട്ട പേരുകളാണ്. ഇതെല്ലാം ബ്ലഡ് റിലേഷൻഷിപ്പിൽ വരുന്നത്. ഇപ്പം ഫാദർ എന്ന വാക്ക് കൺസാൻജിനിറ്റി ആണ്, ബ്ലഡ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ടാണ് അബ്ബ എന്ന പേര് തർജ്ജമ കൂടാതെ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. അബ്ബ. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. സ്തോത്രം. പേരൻസ് ആൻഡ് ചിൽഡ്രൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇതൊക്കെ കൺസാൻജിനിറ്റി വരുന്ന പേരുകളാണ്. ഇത് മറന്നു പോകരുത്. ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വേദപുസ്തകം ടെർമിനോളജിയിൽ പറഞ്ഞിരിക്കുന്നത്. ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്പ് ടെർമിനോളജിയാണ് വേദപുസ്തകം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അഫിനിറ്റി, രണ്ടാമത്തെ വാക്കാണ് അഫിനിറ്റി. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്, ശക്തമായ ബന്ധം എന്നർത്ഥം, അഭേദ്യമായ ബന്ധം. അഫിനിറ്റി ഏതാ? ഭർത്താവും ഭാര്യയും അല്ലേ? രണ്ടുപേരും രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധത്തിന് പറയുന്ന പേരാണ് അഫിനിറ്റി. ആ പേര് വേദപുസ്തകത്തിന്റെ അകത്തുണ്ട് അല്ലേ? ആ പേര് ക്രിസ്തുവും സഭയും അല്ലെ? ക്രിസ്തുവും സഭയും അങ്ങനുണ്ട്. ഫാദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, മദർ ഇൻ ലോ, ഇതൊക്കെ പഴയ നിയമത്തിലുണ്ട്. ഇതൊക്കെ അഫിനിറ്റിയാ. അഫിനിറ്റി ഇതൊക്കെ ബൈബിൾ റിലേഷൻഷിപ്പാണ്. മൂന്നാമത്തെ റിലേഷൻഷിപ്പാണ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഇതും ദൈവവും മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. ആഭ്യന്തര ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോസ്റ്റർ ഫാദർ, വളർത്തുപിതാവ്. ഫോസ്റ്റർ ഫാദർ
വളർത്തുപിതാവ്, അല്ലേ, പോറ്റപ്പൻ എന്നൊക്കെ പറയും. പിന്നെ ഒരു ബന്ധമാണ് മാസ്റ്റർ ആൻഡ് സെർവൻസ്. ഇത് വേദപുസ്തകത്തിലുണ്ട്. മാസ്റ്റർ ആൻഡ് സെർവൻസ് അതെന്തുവാ? യജമാനനും സേവകനും. മൂന്നാമതൊരു ബന്ധമാണ് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്, അതിഥിയും ആതിഥേയത്വം നൽകുന്നവനും. അതിഥിയും ആതിഥേയത്വം നൽകുന്നവനും. മറ്റൊരു ബന്ധമാണ് ദ ഡിപ്പെൻഡന്റ് ആൻഡ് ദ സ്ട്രേഞ്ചർ. ഡിപ്പെൻഡന്റ് ആൻഡ് സ്ട്രേഞ്ചർ, അപരിചിതനും സഹായം നൽകുന്നവനും, അല്ലേ? ഇതൊക്കെ വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ബന്ധങ്ങളാണ്. ലവ്, യൂണിറ്റി, മാരേജ്, ഡിസിപ്ലിൻ, എൻഗേജ്മെന്റ്, ഡിവോഴ്സ്, ഒബീഡിയൻസ്, ട്രസ്റ്റ്. ഇതൊക്കെ ഫാമിലി റിലേഷൻഷിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലെ വാക്കുകളാണ്. സ്തോത്രം. അപ്പൊ ഈ പേരുകളൊക്കെ വേദപുസ്തകത്തിൽ വന്നത് എങ്ങനെയാ? ദൈവത്തിന് ഒരു ഭാര്യ ഉള്ളത് കൊണ്ടല്ല പുത്രൻ എന്ന പേര് വന്നത്. പുത്രൻ എന്ന പേരും പിതാവ് എന്ന പേരും വന്നത് ആ കൺസാൻജിനിറ്റിയുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ടെർമിനോളജിയാണ്. ആ രക്തബന്ധത്തിന്റെ ഊഷ്മളതയിൽ നിന്ന് ഉടലെടുക്കുന്ന പേരുകളാണ്. സ്തോത്രം. എനിക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താ? നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താ? ഇറ്റ് ഈസ് എ ബ്ലഡ് റിലേഷൻഷിപ്പ്. നമുക്ക് യേശുവുമായിട്ടുള്ള ബന്ധം എന്താ? ഇറ്റ്സ് എ ബ്ലഡ് റിലേഷൻഷിപ്പ്. സഭയ്ക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താ? അഫിനിറ്റി. ഗാഢമായ, മുറിച്ചു മാറ്റാൻ കഴിയാത്ത, അഭേദ്യമായ ബന്ധം അഫിനിറ്റിയാണ്. കർത്താവിന്റെ വേലക്കാർക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇറ്റ്സ് എ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്. ഒരു ആഭ്യന്തര ബന്ധമാണ്. സ്തോത്രം. യജമാനനും സേവകനും എന്നുള്ള ബന്ധം. നമ്മൾ കർത്താവിന്റെ ദാസന്മാരാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ടെർമിനോളജികൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം വേദപുസ്തകത്തിലെ വാക്കുകളെ നമ്മൾ നിരീക്ഷിക്കാൻ. എൻ്റെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ബ്ലഡ് റിലേഷൻഷിപ്പാണ്. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു. പാപമോചനം നമുക്ക് ലഭിച്ചു. നിത്യതയ്ക്ക് ദൈവം നമ്മെ അവകാശമാക്കി. എന്തുകൊണ്ട്? അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കും. സ്തോത്രം. മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. സെബാസ്റ്റ്യൻ പാസ്റ്റർ എന്നെക്കാളും നല്ലതായിട്ട് പാടും. എന്നാ പാട്ടിൻ്റെ അകത്തൊരു ചെറിയ തിരുത്തലുണ്ട് കേട്ടോ. പാട്ട് പാടുന്നവർക്ക് വേണ്ടി പറയുക. ആ പാട്ട് ഇങ്ങനെയാ: മറഞ്ഞു ഞാൻ ബാക്കിയെന്ന് പറഞ്ഞേ. ആരെങ്കിലും ശരിക്കൊന്ന് പറഞ്ഞേ. ആ ക്ഷണത്തിൽ. ഇച്ചിരിയുടെ ഒന്ന് തിരുത്തി. ഞാൻ ആ ഗുഡ് ന്യൂസിന്റെ അകത്ത് ആ പാട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. കാരണം മദ്രാസിൽ ചെന്ന ഈ പാട്ട് എഴുതിയ ആളിനെ കണ്ട ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പിന്നീട് ഗുഡ് ന്യൂസിന്റെ അകത്ത് ഞാൻ എഴുതിയിരുന്നു ഒരു ലേഖനമായിട്ട്. മലയാളത്തിലെ പാട്ടുകൾക്കകത്തുള്ള വ്യത്യാസങ്ങൾ. പിന്നെ ആ പാട്ടിങ്ങനെയാ: മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ. അങ്ങനെ ആ പാട്ടുകാരൻ ആ പാട്ട് എഴുതുന്നത്. എന്താ? മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണത്തിൽ. രക്ഷിക്കപ്പെടാൻ അരക്ഷണം മതി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. അങ്ങനെയാ. എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മഞ്ഞിലേ. അങ്ങനെ ആളുകൾ പാടുന്നത്. അങ്ങനല്ല ആ പാട്ട്. ഞങ്ങളുടെ CPM കാരുടെ പാട്ടാ. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. അന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മഞ്ഞിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അങ്ങനെ കേട്ടോ മിനി സിസ്റ്ററെ. അന്നു മാറും എൻ്റെ ദുഃഖം ഇന്നീ മഞ്ഞിലേ, അന്നു തീരും, അല്ലേ? എന്ന് തീരും എൻ്റെ ദുഃഖം ഇന്നീ മഞ്ഞിലേ എന്നല്ല. അന്നു തീരും എൻ്റെ ദുഃഖം ഇന്നീ മഞ്ഞിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ.
അന്നു തന്റെ ശുദ്ധരൊത്ത് പാടിയാർക്കുമേ എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം. അങ്ങനെ ആ പാട്ട്. സ്തോത്രം. എന്തായാലും റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ, കർത്താവുമായിട്ടുള്ള ബന്ധം എന്നാ? കൺസാൻജിനിറ്റി, രക്തബന്ധം. അതുകൊണ്ടാണ് നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിളിച്ചേ, രക്തബന്ധത്തിൽ നിന്ന് വിളിച്ചേ, അവൻ കേൾക്കാതിരിക്കത്തില്ല. അവൻ കേൾക്കാതിരിക്കത്തില്ല. അവൻ വഴിമാറിപ്പോകയില്ല. അവൻ കണ്ണടച്ചു പോകുകയില്ല. യേശു നിന്നു അവനെ വിളിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സോ അവനെ വിളിക്ക എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യേശുവിനെ അനുഗമിച്ചു. ഇന്ന് വൈകുന്നേരം ചെറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ, വലിയ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചേ. കുടുംബകാര്യമായിരുന്നാലും നമ്മുടെ വ്യക്തിപരമായ കാര്യമായിരുന്നാലും കർത്താവിനോട് പറ, കർത്താവ് ഇന്ന് പകൽക്കാലം നിറവേറ്റി തരും. രോഗികളെ കർത്താവ് സൗഖ്യമാക്കട്ടെ. ദുഃഖിതരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എന്നെ ആര് പോഷിപ്പിക്കും? എൻ്റെ ടേക്ക് കെയറർ, എന്നെ ആരെൻ്റെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുമെന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, കർത്താവ് വഴിയൊരുക്കും. സ്തോത്രം. ദൈവം പോഷകനെ നിയമിക്കും. നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് നൽകും. ഈ വചനങ്ങളാൽ ഇന്നത്തെ ക്ലാസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.